ശരി അഭിന. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകി. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെയും അറബിക്കടലിലെ ചുഴലിക്കാറ്റിന്റെയും സ്വാധീന ഫലമായാണ് നിലവിലെ മഴ. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണുവും കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകരനും നൽകും. നിതിൻ, തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകളിൽ മഴയുടെ സ്ഥിതി എന്താണ്? എന്തൊക്കെയാണ് പൊതുവായിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ? വിഷ്ണു. ലിബീഷ്, തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായ മഴ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇന്ന് പല ജില്ലകളിൽ, അതായത് ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും അതോടൊപ്പം മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇന്ന് വ്യാപകമായ മഴയുണ്ട്. വലിയ രീതിയിലുള്ള മഴയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയും അല്ലാത്ത ഇടത്തിൽ മിതമായ നിരക്കിലുള്ള മഴയും തുടരുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലെല്ലാം ശക്തമായ മഴ രാവിലെ പുലർച്ചെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും ശക്തമായ മഴ സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തെക്കൻ ജില്ലകളിലും വ്യാപകമായ മഴയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇനി വരുന്ന 3 ദിവസം കൂടി അതിശക്തമായ മഴ പലയിടങ്ങളിലും ഉണ്ടാകും. വടക്കൻ കേരളത്തിൽ തന്നെയായിരിക്കും കൂടുതലായി മഴയുള്ളത്. അതായത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇനി വരുന്ന 3 ദിവസവും മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നാളെ തന്നെ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ശക്തമായ മഴ തുടരുന്നത് കൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രത പാലിക്കണം. അതോടൊപ്പം മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതായാലും പ്രധാനമായും ശക്തമായ മഴ ഉണ്ടാകാനുള്ള പ്രധാന കാരണം തന്നെ ഈ അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതാണ്. അതായത് വടക്ക് കിഴക്കൻ അറബിക്കടലിനും ഈ പാകിസ്ഥാനിലെ കച്ച് പ്രവിശ്യയിലും ഇടയിലുള്ള ഒരു പ്രദേശത്ത് അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷയ്ക്ക് സമീപത്തിനായി ന്യൂനമർദ്ദം ശക്തിയേറിയ ന്യൂനമർദ്ദമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഫലമായാണ് കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഉള്ള മുന്നറിയിപ്പ്. ഏതായാലും ഇന്ന് വലിയ രീതിയിലുള്ള മഴ എല്ലാ ജില്ലകൾക്കും ഉണ്ടാകുമെന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. ഏതായാലും അലേർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകൾക്ക് കൂടുതൽ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലബീഷ്. വിഷ്ണു, അടുത്ത എത്ര ദിവസത്തേക്ക് കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്? അടുത്ത ദിവസങ്ങളിലെ മഴ മുന്നറിയിപ്പുകളൊക്കെ എങ്ങനെയാണ്? ലിബീഷ്, ഇന്നുകൂടി ചേർത്ത് ഇനി വരുന്ന 4 ദിവസങ്ങളിൽ മഴ ശക്തമായി തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. അതിൽ പ്രത്യേകിച്ചും ഈ വടക്കൻ കേരളത്തിലാണ് വ്യാപകമായ മഴയുള്ളത്. അതായത് ഇന്ന് തന്നെ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ വടക്കൻ കേരളത്തിൽ യെല്ലോ അലേർട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ, അതായത് ഇതേപോലെ തന്നെ മലപ്പുറം മുതൽ കാസർഗോഡ് വരെ നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അടുത്ത ദിവസം മഴയുണ്ടാകും. അതോടൊപ്പം തന്നെ എറണാകുളം, തൃശൂർ ജില്ലകളിലും ഈ ദിവസം ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ്. ഇതുപോലെ ഇനി വരുന്ന 4 ദിവസം കൂടി വ്യാപകമായ മഴ സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. ഏതായാലും തെക്കൻ കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയില്ല. ഏതായാലും മിതമായ നിരക്കിലുള്ള മഴ മാത്രമാണ്. ഇന്ന് മഴയുണ്ട് തെക്കൻ കേരളത്തിലെല്ലാം. വലിയ അലേർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ശക്തമായ മഴ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ വരുന്ന 4 ദിവസം കൂടി സംസ്ഥാന വ്യാപകമായി ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് കാണുന്നത്. ലബീഷ്. ശരി വിഷ്ണു. കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകരൻ കൂടി ചേരുന്നു. നിതിൻ, മധ്യകേരളത്തിൽ മഴയുടെ പൊതുവായ സ്ഥിതി എന്താണ്? കൊച്ചി നഗരത്തിൽ മഴയ്ക്ക് ശമനമുണ്ടോ? ലിബീഷ്, എറണാകുളത്ത് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇടവിട്ടിടവിട്ട് ശക്തമായ മഴ ഇന്നലെ വൈകിട്ട് മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നു. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഈ ശക്തമായ മഴയ്ക്ക് കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ലിബീഷ് പറഞ്ഞതുപോലെ നഗരത്തിൽ പലയിടങ്ങളിലും ശക്തമായ മഴ തന്നെയാണ് ഇടവിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു തുടർച്ചയായി മഴ പെയ്യാത്ത ഒരു സാഹചര്യം നിലവിലുള്ളത് വലിയ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ വരും മണിക്കൂറിലും ശക്തമായ മഴയ്ക്ക് തന്നെ ജില്ലയിൽ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ മത്സ്യബന്ധനത്തിനും പോകുന്നതിനടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശം കലക്ടറുടെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്നലെ ശക്തമായ മഴയിൽ പെരിയാറിൽ അടക്കം ജലനിരപ്പ് ഉയർന്നിരുന്നു. ഇന്നും വരും മണിക്കൂറുകളിലും മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ പെരിയാറിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായ നടപടികൾ ഇതിനകം ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു കഴിഞ്ഞു. പെരിയാറിന്റെ തീരത്ത് ആവശ്യമാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുറക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ എല്ലാ സേനാ വിഭാഗങ്ങളും ജില്ലയിൽ തയ്യാറാണ്. പക്ഷേ
ശക്തമായ മഴ തുടർച്ചയായി പെയ്യുന്നില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം. ഇടവിട്ടുകൊണ്ട് ശക്തമായ മഴ തന്നെയാണ് ജില്ലയിൽ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലിവീഷ്. ശരി നിതിൻ, സംസ്ഥാനത്തുടനീളം വ്യാപകമായ മഴ. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്ക് കേന്ദ്ര